എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇനി 2024 ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാർട്ട് 2 ആണ് ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, പാർട്ട് 1ൽ നമ്മൾ ആദ്യത്തെ 2 സെക്ഷൻ സോൾവ് ചെയ്തു. ഇനി തേർഡ് സെക്ഷനാണ് വരുന്നത്. അപ്പോൾ തേർഡ് സെക്ഷൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും എന്തൊക്കെയാണ് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ തേർഡ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ആൻസർ എനി 6 questions from 15 to 21. Each carries 3 scores. ഓക്കെ, അപ്പോൾ 3 ആണ് സ്കോറ്, പിന്നെ 15 to 21. അപ്പോൾ അതിൽ 6 questions ആണ് ആൻസർ ചെയ്യേണ്ടു. 15 to 21 എന്ന് പറയുമ്പോൾ 7 questions ഉണ്ടാവും. അതിൽ ഏതെങ്കിലും 6 questions. ഓക്കെ, 3 ആണ് സ്കോർ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് question number 15. State and explain the force between electric charges. ഓക്കെ, അപ്പോൾ ഇത് ഒന്നുമല്ല, കൂളംസ് ലോ സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കൂളംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റും അതിന്റെ ഇക്വേഷൻസും എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആൻസറായി. ഓക്കെ, എന്താണ് കൂളംസ് ലോ, പിന്നെ അതിന്റെ എക്സ്പ്രഷനും എഴുതി കഴിഞ്ഞാൽ സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഫോഴ്സ് ബിറ്റ്വീൻ ഇലക്ട്രിക് ചാർജസ് എന്നുള്ള ക്വസ്റ്റ്യന്റെ ആൻസറായി. ഓക്കെ, അപ്പോൾ എന്താണ് കൂളംസ് ലോ? ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ് അല്ലേ, നമ്മൾ ആദ്യം പഠിക്കുന്ന അതാണ്. ഫോഴ്സ് ബിറ്റ്വീൻ 2 point charges is directly proportional to product of charges and inversely proportional to square of the distance between them. ഓക്കെ, അപ്പോൾ ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 point charges, 2 പോയിന്റ് ചാർജസിന് ഇടയ്ക്കുള്ള ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് അവരുടെ പ്രോഡക്റ്റിന്, ചാർജസിന്റെ പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പിന്നെ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് അതിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇതാണ് കൂളോംസ് ലോ പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം ആ സ്റ്റേറ്റ്മെന്റ് എഴുതാം, എന്നിട്ട് നമുക്ക് അതിന്റെ എക്സ്പ്രഷനും കൂടി എന്ത് ചെയ്യണം, എഴുതണം. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ബിറ്റ്വീൻ 2 point charges is directly proportional to product of charges and inversely proportional to square of distance between them. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എക്സ്പ്രഷൻ എഴുതാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് Q1 എന്ന് പറയുന്ന ഒരു ചാർജ്, ഇവിടെ Q2 എന്ന് പറയുന്ന ഒരു ചാർജ്, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ R ആക്കി വെച്ചു. സോ നമുക്ക് മാത്തമെറ്റിക്കലി അതിനെ എങ്ങനെ എഴുതാം? F is proportional to Q1 Q2 by R square അല്ലേ. അടുത്ത സ്റ്റെപ്പിൽ അതിനെ F is equal to 1 by 4 pi epsilon 0 Q1 Q2 by R square. ഓക്കെ, ഫിഗറിന് അതെല്ലാം അണ്ടർസ്റ്റുഡ് ആണ്. Q1 Q2 എന്ന് പറയുന്നത് നമ്മുടെ പോയിന്റ് ചാർജസും, R എന്ന് പറയുന്നത് അതിന്റെ ഡിസ്റ്റൻസും, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, പിന്നെ എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് അല്ലെ. ഇനി വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി താഴെ ഒന്ന് പെർമിറ്റിവ് ഓഫ് ഫ്രീ സ്പേസ് ആണെന്ന് എഴുതാം. എന്നിട്ട് എപ്സിലോൺ 0ന്റെ വാല്യൂ കൂടി എഴുതി വെക്കാം. എന്താണ് എപ്സിലോൺ 0ന്റെ വാല്യൂ? 8.85 into 10 raised to minus 12 Coulomb square per Newton meter square. ഓക്കെ, ഇത്രയും ആയി കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫോഴ്സ് ബിറ്റ്വീൻ ഇലക്ട്രിക് ചാർജസ്, കൂളോംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റും എക്സ്പ്രഷനും. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 16. Figure shows 2 current carrying conductors derive the expression for
ഫോഴ്സ് ബിറ്റ്വീൻ ദി കണ്ടക്ടേഴ്സ്. ഓക്കെ, അല്ലെ പാരലൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സ് അല്ലെ. എക്സ്പ്രഷൻ ഒക്കെ നമുക്കറിയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണത്. അപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഈ ക്വസ്റ്റ്യനിൽ ഒരു കണ്ടക്ടർ ഉണ്ട്, അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അതിന്റെ ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ട് നമുക്കറിയാം ഇതിന് ചുറ്റും എന്താണ്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പം ഇവിടെ നമുക്ക് രണ്ട് കണ്ടക്ടേഴ്സ് തന്നിട്ടുണ്ട്, കണ്ടക്ടർ പി, കണ്ടക്ടർ ക്യൂ. അതിൽ കണ്ടക്ടർ പിയിലൂടെ I1 ആണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ I1 പിയിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് കണ്ടക്ടർ ക്യൂ ഒരു ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നു, ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഫീൽഡ് കൊണ്ട് I2 എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, അത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇത് ഡിറൈവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം I1 ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യുന്നു, അത് കാരണം എന്താണ്, കണ്ടക്ടർ ക്യൂവിന് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. നമ്മൾ ആ ഫോർമുലയാണ് എഴുതാൻ പോകുന്നത്. സിമിലർലി സെയിം ഫോർമുല തന്നെയാണ് തിരിച്ചു ചെയ്താലും. ഇപ്പം I1 ഒരു ഫീൽഡ് അവിടെ ഇൻഡ്യൂസ് ചെയ്തു, അത് കാരണം കണ്ടക്ടർ ക്യൂ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. അതേപോലെ തന്നെ കണ്ടക്ടർ ക്യൂവിലൂടെ I2 ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ I2 ഒരു ഫീൽഡ് അവിടെ ഇൻഡ്യൂസ് ചെയ്യും, ആ ഫീൽഡിൽ കണ്ടക്ടർ പി ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ, രണ്ടും ചെയ്യുമ്പോൾ നമുക്ക് സെയിം ഫോർമുലയാണ് ഡിറൈവ് ചെയ്താൽ കിട്ടുക. ഏതെങ്കിലും ഒന്ന് ചെയ്തിട്ട് സിമിലർലി ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ കണ്ടക്ടർ ക്യൂ, ആ ഫോർമുല എഴുതിയാൽ മതി, രണ്ടും എഴുതണമെന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യം പറയാനുള്ളത്, ഇപ്പം ഇവിടെ ഒരു ഒരു കണ്ടക്ടർ ഉണ്ട്, ആ കണ്ടക്ടറിലൂടെ കറണ്ട് I ഫ്ലോ ചെയ്യുമ്പോൾ അതിൻ്റെ ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇവിടെ നിന്ന് ഒരു R ഡിസ്റ്റൻസിൽ നമ്മളൊരു ഫീൽഡ് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫോർമുല നമുക്കറിയാം, എന്ത് വരും, ഈ പി, ഇവിടെ നമ്മളൊരു പോയിന്റ് എ എന്ന് എടുത്തു. അപ്പോൾ ഈ പോയിന്റ് എ കണ്ടക്ടറിൽ നിന്നും R ഡിസ്റ്റൻസിലാണെങ്കിൽ എന്ത് സംഭവിക്കും, ആ പോയിന്റ് എയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്, B = μ0I/2πr. ഇത് നമുക്കറിയണം. ഇതറിഞ്ഞാലാണ് കണ്ടക്ടർ പിയിലൂടെ I1 ഫ്ലോ ചെയ്യുമ്പോൾ കണ്ടക്ടർ ക്യൂ വെച്ചിരിക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ കണ്ടക്ടർ ക്യൂ D ഡിസ്റ്റൻസിലാണ് വെച്ചിട്ടുള്ളത്, ആ ഡിസ്റ്റൻസിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് എത്രയാണെന്ന് എഴുതാൻ നമുക്ക് ഈ ഫോർമുല വേണം. അതിന് വേണ്ടിയിട്ടാണത് പറഞ്ഞത്. ഓക്കെ, നമുക്കൊന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം. Okay, so first step, magnetic field induced by conductor P due to I1 at a distance D. നമുക്ക് B1 എന്ന് എടുക്കാം, കാരണം I1 കാരണമാണല്ലോ ആ ഫീൽഡ് ഉണ്ടാവുന്നത്. സോ B1 = എന്ത് വരും, ഞാൻ നേരത്തെ പറഞ്ഞ ഫോർമുല പ്രകാരം μ0I1 ഉണ്ടാക്കുന്നു, പിന്നെ ഡിസ്റ്റൻസ് D ആയതുകൊണ്ട് 2πD. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യൂ കണ്ടക്ടർ വെച്ചിരിക്കുന്ന സ്ഥലത്ത് അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫീൽഡ് എന്ന് പറയുന്നത് എന്തായി, μ0I1/2πD. ഇനി നമുക്ക് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ കണ്ടക്ടർ ക്യൂ. അപ്പോൾ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ കണ്ടക്ടർ ക്യൂ. ഓക്കെ, അത് ഞാൻ F21 എന്ന് എടുക്കുകയാണ്, കാരണം ഇവിടെ സെക്കൻഡ് കണ്ടക്ടർ ആണല്ലോ, അതിലൂടെ I2 എന്നല്ല എടുത്തത്. അപ്പോൾ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ കണ്ടക്ടർ ക്യൂ ഡ്യൂ ടു
B1 ആണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ സെക്കൻഡ് കണ്ടക്ടർ ഡ്യൂ ടു ഫീൽഡ് ഇൻഡ്യൂസ്ഡ് ബൈ കണ്ടക്ടർ 1 ആ ഒരു മീനിങ്ങിലാണ് F21 എന്ന് എടുത്തത് കേട്ടോ. ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ കണ്ടക്ടർ Q F21 is equal to, നമുക്കറിയാം ഫോർമുല നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്, B1 I2 L എന്ന് വരും അല്ലെ. B1 ഏത് ഫീൽഡ് കാരണമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? B1 കാരണം. I1 ഇൻഡ്യൂസ് ചെയ്യുന്ന B1 കാരണം അല്ലെ. ഇനി എക്സ്പീരിയൻസ് ചെയ്യുന്നത് കണ്ടക്ടർ Q ആയതുകൊണ്ട് ഇവിടെ കറണ്ടിന്റെ സ്ഥാനത്ത് I2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, ആൻഡ് L ലെങ്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ B1 I2 L എന്ന് വരും. ഓക്കെ, ഇനി B1ന്റെ ഫോർമുല നമുക്ക് ഓൾറെഡി അറിയാം. സോ F21 is equal to B1 mu 0 I1 by 2 pi d. Mu 0 I1 I2 L divided by 2 pi d എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്, ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ കണ്ടക്ടർ Q ഡ്യൂ ടു I1 ഫ്ലോയിങ് ത്രൂ കണ്ടക്ടർ P. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ട് നമുക്ക് B1ന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ B1ന്റെ ഡയറക്ഷൻ നോക്കുമ്പോൾ എങ്ങനെ വരും? ഇൻവേർട്സ് ആണ് വരിക അല്ലെ. നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ട് എന്ത് ചെയ്യണം? B1ന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കിത് ഇൻവേർട്സ് ആയിട്ടാണ് വരിക, ഈ രീതിയിൽ വരും. ഇൻ ടു ദി പേപ്പർ. ഓക്കെ, ഇൻവേർട്സ് ആണ് വരുന്നത് B1ന്റെ ഡയറക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് എന്തറിയണം? ഫോഴ്സിന്റെ ഡയറക്ഷൻ അറിയണം. ഏത് ഫോഴ്സിന്റെ? ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ കണ്ടക്ടർ Q ഡ്യൂ ടു I1 ഫ്ലോയിങ് ത്രൂ P. ഓക്കെ, അപ്പോ അത് നോക്കുമ്പോ അതിന് ഏത് റൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ലെഫ്റ്റ് ഹാൻഡ് റൂൾ അല്ലെ. ഫോഴ്സ് ഒരു കണ്ടക്ടർ ഒരു ഫീൽഡിൽ വെക്കുമ്പോൾ, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് നമ്മൾ ഏത് റൂൾ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്? ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് അല്ലെ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ് കാണുന്നത്. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് റൂള് വെച്ചിട്ട് കാണുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ ഫീൽഡിന്റെ ഡയറക്ഷനിൽ 4 ഫിംഗറും കറണ്ടിന്റെ ഡയറക്ഷനിൽ മിഡിൽ ഫിംഗറും വെക്കുമ്പോൾ തമ്പിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് നോക്കണം, ലെഫ്റ്റ് ഹാൻഡിന്റെ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് F21ന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, F21. ഓക്കെ, അപ്പോൾ ഫീൽഡിന്റെ ഡയറക്ഷനും കറണ്ടിന്റെ ഡയറക്ഷനും കറക്റ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോഴ്സിന്റെ ഡയറക്ഷൻ കിട്ടും ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട്. ഓക്കെ, അപ്പൊ F21ന്റെ ഡയറക്ഷൻ എങ്ങോട്ട് വന്നു? ടുവേർഡ്സ് കണ്ടക്ടർ P. സോ ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ കണ്ടക്ടർ Q ഡ്യൂ ടു കറന്റ് ഫ്ലോയിങ് ത്രൂ കണ്ടക്ടർ P. ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ വന്നത്? ടുവേർഡ്സ് കണ്ടക്ടർ P ആണ് വന്നത്. അപ്പൊ ഇതേപോലെ ഈ 2 സ്റ്റെപ്പിൽ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ കണ്ടക്ടർ P ഡ്യൂ ടു കറന്റ് ഫ്ലോയിങ് ത്രൂ കണ്ടക്ടർ Q അതും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ അത് നമ്മൾ എന്തെടുക്കും? F12 എന്നാണ് എഴുതുക. കാരണം ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ കണ്ടക്ടർ P ആണ്, Pയിലൂടെ I1 ആണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ അത് F1. ദെൻ അതിന് കാരണം ആരാണ്? ദ ഫീൽഡ് ഇസ് ഇൻഡ്യൂസ്ഡ് ബൈ കണ്ടക്ടർ Q അല്ലെ. കാരണം കണ്ടക്ടർ Q ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യാൻ കാരണം I2 ആണ്. സോ F12 വരും. അപ്പൊ അതും ഇതേപോലെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് F12ന്റെ ഡയറക്ഷൻ ഇങ്ങനെ വരും. അപ്പൊ നമുക്ക് ഇതിന്ന് എന്ത് മനസ്സിലായി? ഇത് പാരലൽ കണ്ടക്ടേഴ്സ് ആണ് അല്ലെ. അപ്പൊ 2 കണ്ടക്ടേഴ്സ് പാരലലി വെച്ചിട്ടുണ്ട്. 2 കണ്ടക്ടേഴ്സിലും കറന്റ് ഫ്ലോ ചെയ്യുന്നത് സെയിം ഡയറക്ഷനിലുമാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. Okay, so when currents are flowing in the same direction through parallel conductors, they attract each other. Okay.
സിമിലർലി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം എന്ത് F12 സെയിം ആണ് വരിക എക്സ്പ്രഷൻ. Similarly, F12 becomes mu 0 2 pi d. Okay. And F21 acts towards conductor P. F12 acts towards conductor Q. Okay, ഇപ്പൊ ഇത്ര എഴുതി കഴിഞ്ഞാൽ എന്തായി? The force between the conductors ആയി. ഓക്കെ, നമ്മൾ സെയിം സ്റ്റെപ്സ് തന്നെയാണ് F12 ചെയ്യുമ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അത് സിമിലർലി വെച്ചിട്ട് എഴുതിയാലും മതി. ഓക്കെ, സെയിം സ്റ്റെപ്സ് കുറെ കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സെയിം റൈറ്റ് ഹാൻഡ് റൂളും ലെഫ്റ്റ് ഹാൻഡ് റൂളും വെച്ചിട്ട് F12ന്റെ ഡയറക്ഷനും പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? അത് F12 ഡയറക്റ്റഡ് ടുവേർഡ്സ് കണ്ടക്ടർ Q എന്ന് വരും. ഓക്കെ, സോ ദേ അട്രാക്ട് ഈച്ച് അതർ. അപ്പോൾ parallel conductors and currents are flowing in the same direction, they attract each other. Second question. Compare dia, para and ferromagnetic substances with suitable examples. Okay. അപ്പോൾ ഇത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണല്ലോ. ഒരു 4-5 പ്രോപ്പർട്ടീസ് എങ്കിലും എഴുതണം വിത്ത് എക്സാമ്പിൾസ്. ഒരു 4 പ്രോപ്പർട്ടീസ് എഴുതിയിട്ട് എക്സാമ്പിൾസ് പറഞ്ഞാലും മതി. 4 ഡിഫറൻസസ്. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഡയ, പാര, കോളം വരച്ചിട്ട് എഴുതുന്നതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മെത്തേഡ് ഇതിന് കേട്ടോ. നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കത് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. മറ്റത് ഒന്ന് വായിച്ചു നോക്കി മറ്റതിലേക്ക് വരുമ്പോൾ അത് കാണാൻ കുറച്ച്, അല്ലെങ്കിൽ അത് എന്താണ്, അത് ആൻസർ നോക്കുന്ന ആൾക്ക് അത്ര ഒരു സുഖമായിരിക്കില്ല. അപ്പം നമ്മളെപ്പോഴും ഈ കമ്പാരിസൺ എപ്പോഴും ടാബുലേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല മെത്തേഡ്. സോ ഡയ, പാര, ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഓക്കെ, 1 by 1 ആയിട്ട് നോക്കാം. So first difference, so the diamagnetic substances repelled by magnet. Para dia ആണെങ്കിലോ attracted by magnets. പക്ഷേ സോറി ഇത് ഫസ്റ്റ് പ്രോപ്പർട്ടി തന്നെയാണ്. ഓക്കെ, ഇനി ഫെറോലാണെങ്കിൽ സ്ട്രോങ്ലി അട്രാക്റ്റഡ്. So first comparison, diamagnetic substances are repelled by magnets and paramagnetic substances are attracted by magnets and ferromagnetic substances are strongly attracted by magnets. Second one, okay, ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വെച്ചിട്ട് ഒരു കമ്പാരിസൺ പറയാം. ഓക്കെ, അപ്പോൾ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ കേസിൽ എങ്ങനെയാണ്? ദ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഓപ്പോസിറ്റ് ടു ദി ഡയറക്ഷൻ ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ബി ഇൻഡ്യൂസ്ഡ് എന്ന് എഴുതുന്നുള്ളൂ. ബി ഇൻഡ്യൂസ്ഡ് ഓപ്പോസിറ്റ് ടു ബി എക്സ്റ്റേണൽ. ഓക്കെ, പക്ഷേ ബി ഇന്നെന്ന് മതി. ഇവിടെയാണെങ്കിലോ
induced is in the direction of external magnetic field. The same ആണ്. B induced is in the direction of same direction. They are parallel to each other. B induced and B external are in the same direction. Okay. Any third one, in magnetic field, ഇവരുടെ മൂവ്മെന്റ് എങ്ങനെയാണെന്നുള്ളത്. തേർഡ് വൺ അതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ തേർഡ് വൺ, stronger to weaker part. And in the case of ferromagnetic also weaker to stronger. എഴുതിയാ പിന്നെ അണ്ടർസ്റ്റുഡ് ആണല്ലോ അത്. ഓക്കെ, സോ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ എങ്ങനെയാണ് അവർ മൂവ് ചെയ്യുന്നത്? ഫ്രം സ്ട്രോങ്ങർ പാർട്ട് ടു വീക്കർ പാർട്ടാണ് എന്ത് ഇൻ ദ കേസ് ഓഫ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. പക്ഷെ പാരയാണെങ്കിലും ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിലും ഫ്രം വീക്കർ ടു സ്ട്രോങ്ങർ പാർട്സ് ആണ് വരുന്നത്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ, ഇതിൽ കുറേ ഡിഫറൻസസ് ഉണ്ട്. ഞാനൊരു 4-5 കാണിച്ചു തരാം. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് പെർമിയബിലിറ്റി ഒന്ന് കമ്പയർ ചെയ്യാം. സോ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ കേസിൽ പെർമിയബിലിറ്റി എങ്ങനെ വരും? ലെസ് ദാൻ 1 അല്ലേ. ഇനി പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനാണെങ്കിൽ മ്യൂ ഗ്രേറ്റർ ദാൻ 1. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് മച്ച് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, ദെൻ ഫിഫ്ത്ത് സസെപ്റ്റിബിലിറ്റി പറയാം അല്ലേ. സസെപ്റ്റിബിലിറ്റി എങ്ങനെയാണ്? നെഗറ്റീവ് in the case of diamagnets, and it is positive and small in the case of para, positive and small. But in the case of para, it is positive and large. Okay, so 5 properties ആയി. ഒരു കാര്യം ചെയ്യാം, 6th ആയിട്ട് ഞാൻ എക്സാമ്പിൾസും കൂടെ എഴുതിയേക്കാം. So 6th examples, gold, silver for diamagnets, and for paramagnetic substances examples, aluminium, platinum. Okay, and for ferromagnetic substances, examples are iron, nickel, cobalt, etc. Okay, അപ്പോൾ ഇതാണ് 6 പ്രോപ്പർട്ടീസ് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 4 പ്രോപ്പർട്ടീസ് എഴുതിയാലും 3 മാർക്സോളം കിട്ടും. 4 പ്രോപ്പർട്ടീസും പിന്നെ എക്സാമ്പിൾ എഴുതിയാലും മതി. ഓക്കെ, സോ ഫസ്റ്റ് കമ്പയർ ചെയ്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മാഗ്നറ്റ്സ് റിപ്പൽ ചെയ്യോ അട്രാക്ട് ചെയ്യോ എന്നുള്ളതാണ്. സോ റിപ്പൾഡ് ബൈ മാഗ്നറ്റ്സ് ആണ് ഡയാമാഗ്നറ്റ്സ്. ഫെറോ എന്താണ്? അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്സ്. ഓക്കെ, ഇനി ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡും
external magnetic field in the direction. A comparison diamagnetic substance in the case induced magnetic field is opposite to the direction of external magnetic field, but in the case of para and ferromagnetic substances, the induced magnetic field is in the same direction of external magnetic field. Okay, and then in a magnetic field, in an external magnetic field, the diamagnetic substance move from stronger part to weaker part, but paramagnetic substances, ferromagnetic substances from weaker to stronger. That's the direction. Okay. In permeability, mu less than 1 diamagnetic substance in para and ferromagnetic substance in greater than 1 ferromagnetic substance much greater than 1 in susceptibility, diamagnetic substance susceptibility negative, paramagnetic substance ferromagnetic substance positive ആണ് പക്ഷെ പാരയ്ക്ക് അത് സ്മോൾ ആയിരിക്കും ഫെറോയ്ക്ക് അത് ലാർജ് ആയിരിക്കും. Then examples, gold and silver for diamagnetic substances, aluminum and platinum for paramagnetic substances, iron, nickel, cobalt for ferromagnetic substances. Okay, അപ്പോൾ ഇതാണ് ഇതിൻ്റെ comparison. So next, question number 18. What is self-induction? And define expression for self-inductance of a solenoid. അപ്പോൾ self-inductionന്റെ ഡെഫിനേഷൻ പറയണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ സോളിനോയിഡിന്റെ സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഫോർമുല എഴുതിയിട്ട് ജസ്റ്റ് അത് എന്തൊക്കെയാണെന്ന് അത് പറഞ്ഞാലും മതി. ഓക്കെ, അത്രേ വേണ്ടി. സോ എന്താണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ? സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഫിനോമിനൻ ബൈ വിച്ച് EMF is induced in a coil due to change of flux through the same coil. അല്ലെ, അപ്പൊ ഒരു കോയിലില് EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. എന്താണ് കാരണം? അതിലെ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നത്. അതിലെ തന്നെ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് സെയിം കോയിലില് EMF ഇൻഡ്യൂസ് ചെയ്യുന്ന ഫിനോമിനൻ ആണ് എന്ത്? സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, a phenomenon by which an EMF is induced in a coil due to change of flux through the same coil. ഇതാണ് സെൽഫ് ഇൻഡക്ഷന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് അതിന്റെ എക്സ്പ്രഷൻ പറയാം. ഈസ് ഈക്വൽ ടു -L × di/dt എന്നോ ഈസ് ഈക്വൽ ടു -d∅/dt എന്നോ അതുകൂടി എഴുതി വെക്കാം, നിർബന്ധമല്ല. അപ്പൊ ഇത് ഡെഫിനേഷൻ എന്തായാലും വേണം. പിന്നെ എഴുതേണ്ടത് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ് ആണ്. അപ്പൊ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് L is equal to for solenoid self-inductance L is equal to mu r mu 0 n square al. ഓക്കെ, ഇതാണ് എന്ത്? സോളിനോയിഡിന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് അല്ലെ. ഇപ്പൊ സോളിനോയിഡിൽ കോർ ഉണ്ടെങ്കിൽ അതിന്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി ആണെന്ത്? mu r. mu 0 permeability of free space, n എന്ന് പറഞ്ഞാൽ number of turns per unit length, a area of cross section and l length. ഓക്കെ, പിന്നെ താഴെ ഇതും കൂടി ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ആയി. ഓക്കെ, അപ്പോൾ സെൽഫ് ഇൻഡക്ഷന്റെ ഡെഫിനേഷനും സോളിനോയിഡിന്റെ സെൽഫ് ഇൻഡക്റ്റൻസിന്റെ എക്സ്പ്രഷൻ ഇത്രേ വേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 19. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ഓക്കെ, അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രാണ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ എഴുതുന്ന ആൻസർ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്താണെന്നും പിന്നെ അതിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഒന്നുകിൽ ഇൻക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്തോ അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്തോ എഴുതുക. പിന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോന്നിൻ്റെ ഒരു ആപ്ലിക്കേഷനും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസറായി. ഓക്കെ,
സോ എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം പറയാം. ഓക്കെ, ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി ഓർ വേവ് ലെങ്ത്. ഇതിൽ വേണമെങ്കിലും അല്ലേ, ഇപ്പൊ നമ്മൾ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് എഴുതാണെങ്കിൽ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി ആയി. ഇനി ഡിക്രീസിംഗ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് എഴുതി കഴിഞ്ഞാൽ അത് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി ആയി. Okay, so the distribution of or the arrangement of electromagnetic waves. അങ്ങനെയും പറയാം. Okay, distribution of EM waves in ascending or distribution of electromagnetic waves in ascending or descending order of frequency or wavelength. അതാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ഓക്കെ, ഇനി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഏതൊക്കെയാണെന്ന് എഴുതാം. ആദ്യം എന്ത് വരും? ഗാമ റേസ്. സെക്കൻഡ് വൺ എക്സ് റേസ്. തേർഡ് വൺ ultraviolet. Fourth one visible. Fifth one infrared. Sixth one microwaves. Next radio waves. Okay, അപ്പോൾ ഇതാണ് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, ഇത്ര എഴുതിയാലും മാർക്ക് കിട്ടേണ്ടത് തന്നെയാണ്. പിന്നെ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അതിൻ്റെ ആപ്ലിക്കേഷൻസ് കൂടി പറയാം. ഇപ്പോൾ ഗാമ റേസ് ആണെങ്കിൽ റേഡിയോ തെറാപ്പി അല്ലേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. പിന്നെ എക്സ്റേയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ മെഡിക്കൽ ഡയഗ്നോസിസിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. ദെൻ യു വി റേസ് എന്ന് പറയുമ്പോൾ ടു കിൽ ജംസ് ഇൻ മിനറൽസ് അല്ലേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. പിന്നെ റേഡിയോ വേവ്സ്, ടി വി, റേഡിയോ, ഇതിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് റേഡിയോ വേവ്സ് ആണ്. ദെൻ മൈക്രോവേവ്സ് എന്ന് പറയുമ്പോൾ റഡാർ, ഇൻഫ്രാറെഡ് ആകുമ്പോൾ റിമോട്ട് കൺട്രോൾ, ടി വിയുടെയൊക്കെ റിമോട്ട് കൺട്രോളിന് ഉപയോഗിക്കുന്നതാണ്. അപ്പം അങ്ങനെ ഓരോന്നിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ ആൻസർ കുറച്ചും കൂടി മനോഹരമായി. ഓക്കെ, അപ്പം എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, ദെൻ അവരുടെ ഓർഡർ ഒന്നുകിൽ ഇൻക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് എഴുതാം, അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡർ, എങ്ങനെ വേണമെങ്കിലും എഴുതാം. എല്ലാവരെയും എഴുതിയാൽ മാത്രം മതി. ഓക്കെ, ഇത് എഴുതിയാൽ തന്നെ 3 മാർക്സ് കിട്ടുമെന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിരിക്കും. ഓക്കെ, so next question number 20. Write the postulates of Bohr atom model. അല്ലേ, അപ്പോൾ 3 പോസ്റ്റുലേറ്റ്സ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് പോസ്റ്റുലേറ്റ് എന്താണ്? An electron in an atom revolve in certain stable orbits. Okay,
An electron in an atom revolve in certain stable orbits around the nucleus. അല്ലേ? അതാണ് ഫസ്റ്റ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോസ്റ്റുലേറ്റ് എന്ന് പറയുമ്പോൾ the electron revolves around the nucleus in those orbits. എങ്ങനെയുള്ള ഓർബിറ്റിലാണ്? For which angular momentum is integral multiple of h by 2 pi. അല്ലെ? അപ്പോൾ ഈ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന ഓർബിറ്റിന്റെ ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാൽ അത് ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് h by 2 pi ആയിരിക്കും. ഓക്കെ. തേർഡ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസിഷൻ ആണ് ഇലക്ട്രോൺ, അല്ലെ? ഈ ഓർബിറ്റ്, ഒരു ഓർബിറ്റിൽ നിന്നും മറ്റൊരു ഓർബിറ്റിലേക്ക് ചാടുന്ന സമയത്ത്, ഇപ്പം ഒരു ഓർബിറ്റിൽ നിന്നും വേറൊരു ഓർബിറ്റിലേക്ക് പിന്നെ ട്രാൻസിറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് മാറുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവിടെ ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്യും, അല്ലെ? ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സ്റ്റേബിൾ ഒരു ഓർബിറ്റിൽ ഇരിക്കുകയാണ്, അവിടെ നിന്നും ലോവർ എനർജി ഉള്ള ഒരു ഓർബിറ്റിലേക്ക് മാറുമ്പോൾ ആദ്യം ഇരിക്കുന്ന ഓർബിറ്റിൽ എത്ര എനർജിയാണോ അത്രയും എനർജി വേണ്ട ഒരു ലോവർ എനർജി ഉള്ള ഓർബിറ്റിലേക്ക് മാറുമ്പോൾ. അപ്പോൾ അധികമുള്ള എക്സസ് എനർജി എന്ത് ചെയ്യും? ഫോട്ടോൺ ആയിട്ട് എമിറ്റ് ചെയ്യും. ഓക്കെ, അതാണ് ഈ 3 പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത്. 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, electron revolves around the nucleus in certain stable orbits. Second one, electrons revolves in those orbits for which angular momentum is some integral multiple of h by 2 pi. അതായത് നമുക്ക് എൽ എന്തായിരിക്കണം? ആംഗുലർ, എൽ എന്ന് വെച്ചാൽ ആംഗുലർ മൊമെന്റം, അല്ലെ? എൽ ഷുഡ് ബി NH by 2 pi. ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന ഓർബിറ്റ്സിന്റെ ആംഗുലാർ മൊമെന്റം NH by 2 pi ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ നമ്പേഴ്സ്, അല്ലെ? ഇൻടീജേഴ്സ് 1 2 3 4 എന്ന് പറഞ്ഞിട്ട്. എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. സോ ദി ആംഗുലാർ മൊമെന്റം ഓഫ് ഓർബിറ്റ് ഷുഡ് ബി ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് h by 2 pi. h എന്താണ്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. ഓക്കെ, തേർഡ് വൺ, തേർഡ് പോസ്റ്റുലേറ്റ്. തേർഡ് പോസ്റ്റുലേറ്റ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ ട്രാൻസിഷനെ സംബന്ധിക്കുന്ന റൂളാണ്. When an electron might make a transition from one of its orbits to another orbit, another of lower energy, another orbit of lower energy. A photon is emitted. Okay,
അപ്പോൾ എന്താണ്, ഒരു ഓർബിറ്റിൽ നിന്ന് വേറൊരു ഓർബിറ്റിലേക്ക് മാറുന്ന സമയത്ത് അല്ലേ, ഇവിടെ എന്താണ് ലോവർ എനർജിയുള്ള ഓർബിറ്റിലേക്കാണ് മാറുന്നത്. അപ്പം എക്സസ് ആയിട്ടുള്ള എനർജി ഫോട്ടോൺ ആയിട്ട് എന്ത് ചെയ്യും, എമിറ്റ് ചെയ്യും. അപ്പൊ ഈ എമിറ്റ് ചെയ്യുന്ന ഫോട്ടോയുടെ എനർജി അല്ലെങ്കിൽ ഫ്രീക്വൻസി അത് നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. h nu is equal to ei minus ef. ഓക്കെ, ei എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ എനർജി, അതായത് ആദ്യം ഇരുന്ന ഓർബിറ്റിൽ ഉണ്ടായിരുന്ന എനർജി, പിന്നെ ഇതിലേക്കാണോ മാറുന്നത് ആ ഓർബിറ്റിന്റെ എനർജിയാണ് EF, ഫൈനൽ സ്റ്റേറ്റ് അല്ലെ. ഇനി h nu എന്ന് പറഞ്ഞാൽ എന്താണ്, എമിറ്റഡ് ഫോട്ടോന്റെ എനർജിയാണ്. ന്യൂ ആണ് അവിടെ ഫ്രീക്വൻസി ഓഫ് എമിറ്റഡ് ഫോട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് 3 റൂൾസ്. ഫസ്റ്റ് റൂള്, ഇലക്ട്രോൺസ് റിവോൾവ് ഇൻ ദ ന്യൂക്ലിയസ് ഇൻ certain stable orbits. Second one, electrons revolve in those orbits for which angular momentum is some integral multiple of h by 2 pi. Third one, when electron might make a transition from one of its orbits to another of lower energy, a photon is emitted. Okay, that is h nu is equal to ei minus ef. Okay, next question number 21. What is a rectifier? Draw the circuit diagram and input and output waveforms of a full wave rectifier. Okay, rectifier എന്താണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഫുൾ വേവ് റെക്ടിഫയറിന്റെ സർക്യൂട്ട് ഡയഗ്രാം കാണിക്കണം, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേവ് ഫോംസും കാണിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം റെക്ടിഫയർ എന്താണ്? റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ അല്ലെ, സെമി കണ്ടക്ടർ ഡയോഡ് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഡിവൈസ് ആണ്. അത് എന്ത് ചെയ്യും, AC-യെ DC ആയിട്ട് കൺവേർട്ട് ചെയ്യും അല്ലെ. AC-നെ DC ആയി കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സെമി കണ്ടക്ടർ ഡിവൈസ് ആണ് എന്ത്, റെക്ടിഫയർ എന്ന് പറയുന്നത്. ഹാഫ് വേവ് റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയർ ഉണ്ട്. ഫുൾ വേവിൽ തന്നെ സെൻട്രൽ ടാപ്പ്, ബ്രിഡ്ജ് റെക്ടിഫയേഴ്സ് എല്ലാം ഉണ്ട്. പക്ഷേ നമുക്കിവിടെ എന്താണ് റെക്ടിഫയർ എന്ന് പറയണം. പിന്നെ ഫുൾ വേവ് റെക്ടിഫയറിന്റെ സർക്യൂട്ട് ഡയഗ്രാം, ഇൻപുട്ട് വേവ് ഫോം, ഔട്ട്പുട്ട് വേവ് ഫോം. ഓക്കെ, സോ റെക്ടിഫയർ, ഫസ്റ്റ് ഓഫ് ഓൾ റെക്ടിഫയർ. Rectifier is a semiconductor device then full wave rectifier, സർക്യൂട്ട് ഡയഗ്രാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി ഇൻപുട്ട് വേവ് ഫോം, ഇൻപുട്ട് എവിടെയാണ് കൊടുക്കുക, വെയിൻ എന്ന് എഴുതിയ സ്ഥലത്ത്. നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ലോഡ് റെസിസ്റ്റൻസ് അക്രോസ് ആയിട്ട് എവിടെയാണ് വരുന്നത്. അതിൻ്റെ വേവ് ഫോംസ് ഒന്ന് നോക്കാം. സോ വി ഇൻ,
ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ സോറി, കുറച്ച് വലിപ്പം കൂടി, ഇപ്പോൾ ഇത് ചെറുതാക്കി വരച്ചാൽ എനിക്ക് വി ഔട്ടും കൂടി ഇവിടെ വരയ്ക്കാൻ പറ്റും. അല്ലേ? വി ഇൻ വി ഔട്ട്. ഓക്കെ, എ സി അവിടെ ഡി സി ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇവിടെ റെക്ടിഫയർ എന്താണ്, അതിൻ്റെ ജസ്റ്റ് ഡയഗ്രാം, പിന്നെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേവ് ഫോമിൻ്റെ ഫോംസ് വരയ്ക്കാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഫോംസ് കാണിച്ചാൽ മാത്രം മതി. സർക്യൂട്ട് ഡയഗ്രാം, അതിൻ്റെ ഇൻപുട്ട് വേവ് ഫോം എങ്ങനെ വരും, ഔട്ട്പുട്ട് വേവ് ഫോം എങ്ങനെ വരും, അത് കാണിക്കാൻ മാത്രമേ ഉള്ളൂ. എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടില്ല. 3 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലേ, അപ്പോൾ 1 മാർക്ക് വെച്ച് 3നും കിട്ടുമായിരിക്കും. റെക്ടിഫയറിൻ്റെ ഡെഫിനേഷന് 1 മാർക്ക്, സർക്യൂട്ട് ഡയഗ്രത്തിന് 1 മാർക്ക്, പിന്നെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേവ് ഫോമിന് 1 മാർക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അത് നമ്മുടെ തേർഡ് സെക്ഷൻ എന്ന് പറയുന്നത്, 3 മാർക്ക് സെക്ഷൻ. ഓക്കെ, സോ പാർട്ട് 2 ഇവിടെ കഴിയാണ്. നമുക്ക് ഇനി പാർട്ട് 3 അടുത്ത സെക്ഷൻ കാണാം. ഓക്കെ.